സർ ഇതിനായിട്ടെന്നല്ല, ഞാനൊരു 1-2 ക്ലാസ് മുതലേ ക്വിസ്സിങ്ങിൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 ഒക്കെ ആയപ്പോഴേക്കും ക്വിസിൻ്റെ ലോകം കുറച്ച് വലുതായി. ആ ക്വസ്റ്റ്യൻസ് വളരെ ലാറ്ററൽ തിങ്കിങ്ങും ഈ ക്ലൂസും ഗസ്സസും ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലിലേക്ക് ക്വിസ്സിങ് മാറി. അങ്ങനെ ക്വിസ്സിന് പങ്കെടുത്ത് സബ് ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ എത്തുമ്പം അവിടെയുള്ള എല്ലാവർക്കും സിവിൽ സർവീസാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ അറിയാതെ എൻ്റെ ഉള്ളിൽ ഈ സ്കിൽസ് ഡെവലപ്പായി വന്നതാണ് ഇതിലേക്ക് എത്താനുള്ള. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിലും അതെല്ലാമാണ് ഒരു എൻ്റെ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യുന്ന രീതിയിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ ടൈമിലൊക്കെ തന്നെ എനിക്കൊരു ക്വിസ്സിങ് ഒരു ഹോബിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോഴും സിമിലർ ആഗ്രഹങ്ങളുള്ളവരെ UPSC ആഗ്രഹങ്ങളുള്ള കുട്ടികളെ കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് സിമിലർ ആസ്പിറേഷൻസ് ഉള്ള കുട്ടികളെ കണ്ടു പരിചയപ്പെട്ടു. അങ്ങനെയാണ് +2 കഴിഞ്ഞിട്ട് പിന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ഡിഗ്രി ചെയ്യാമെന്നുള്ള ആഗ്രഹമായിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ഗവൺമെൻറ് UPS വിദ്ര എന്ന് പറയുന്ന സ്കൂളിൽ മന്ത്ലി ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ 1ാം ക്ലാസ് തൊട്ടേ ഞാനും പിന്നെ എൻ്റെ ചേട്ടനും അവിടെ ക്വിസ് കോമ്പറ്റീഷനിൽ കുഞ്ഞിലെ തൊട്ട് നല്ല ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് ക്വിസിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജോലിയൊക്കെ നമുക്ക് പിന്നീട് കിട്ടാൻ സാധിക്കും, എഴുതാൻ പറ്റും എന്നൊക്കെ ഞാൻ അറിഞ്ഞു.